ഇതിനൊക്കെ എനിക്ക് സമ്മതമാണ്, ശരിയാക്കാം നമുക്ക്. ഇത് മാത്രമല്ല, ഒന്നും കൂടെ ഉണ്ട്. ഒന്നുകൂടെയോ? എന്താ അത് സുബലക്ഷ്മി മാഡം? എന്നെ എല്ലാ ആഴ്ചയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണം. മുത്തശ്ശന്റെ പിന്നെ ഇവരുടെ എല്ലാവരുടെയും കൂടെ എനിക്ക് സമയം ചെലവഴിക്കണം. ഇത് നിങ്ങൾ പറ്റില്ല എന്ന് പറയാൻ പാടില്ല. സുബി, നീ ആഴ്ചയിൽ ഇങ്ങോട്ട് വരുന്നതൊക്കെ ശരി, പക്ഷേ നമ്മുടെ ബുദ്ധിമുട്ടൊന്നും അവരെ ഏൽപ്പിക്കാൻ പാടില്ല. മിണ്ടാതിരിക്കുക ചേച്ചി, നിങ്ങൾക്ക് മനസ്സിലാവില്ല. സുബി ചോദിച്ചാൽ ഒരു തെറ്റുമില്ല. ഇത്ര ചെറിയ പ്രായത്തില് നിങ്ങളെ എല്ലാരെയും പറ്റി ആലോചിക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അശോക, ഇതാ സ്വാമി സാർ, ഇതിൽ സുബി ചോദിച്ചാൽ ഒരുപാട് അധികം പൈസയുണ്ട്. ഇതൊക്കെ ശരിക്കുള്ള നോട്ട് തന്നെയല്ലേ? കള്ളനോട്ടൊന്നും അല്ലല്ലോ. എല്ലാ ഒറിജിനൽ നോട്ട് തന്നെ, സംശയം വേണ്ട മോളെ. മോളെ, നീ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ തൊട്ട് തന്നെ തുടങ്ങാം. നിന്റെ എല്ലാ ഡിമാൻഡും നിറവേറ്റിത്തരും. നമുക്കെന്നാ പോയാലോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നാളെ തന്നെ നടക്കുവോ? ഓഫ് കോഴ്സ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ നാളെ തന്നെ വന്നോളാം. മോളെ, ഇപ്പോഴേ നിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയില്ല. പക്ഷേ എന്റെ മകളെ പോലെ പെരുമാറാൻ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണ്ടേ? അതിനു വേണ്ടേ കൊണ്ടുപോകുന്നേ. മോളെ, ഇതായത് നോക്കി, ഇവളാ എന്റെ മകള്. നിന്നെ കാണാൻ ഇവളെ പോലെ തന്നെ വേണം, ഇവളെ പോലെ സംസാരിക്കുകയും വേണം. ഇവളല്ലേ? ഇവളെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട് സുബി, എന്നെ നീ കണ്ട കാര്യം അച്ഛനോടൊന്നും പറയണ്ട. എന്താ? നീ സിഹിയെ കണ്ടെന്നോ? എപ്പോ? എവിടുന്ന്? അത് ഞാനന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ ഫോട്ടോയിൽ കണ്ടിട്ടുണ്ട്. ഓ, ഫോട്ടോയാണോ? വെറും ഫോട്ടോസ് മാത്രം കണ്ടാ പോരാ. ഞാൻ നിനക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. അവള് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, അതെല്ലാം തന്നെ മോളെ ഞാൻ കാണിക്കാം. ഇല്ല, അതൊന്നും നടക്കില്ല. ഞാൻ എങ്ങോട്ടും വരില്ല. അങ്ങനെ പറയരുത് സുബലക്ഷ്മി മാഡം. നിങ്ങളിപ്പോ ഇങ്ങനെ വന്ന ആരും സിഹിയാണെന്ന് അക്സെപ്റ്റ് അഥവാ ആരും സിഹിയാണെന്ന് വിശ്വസിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് ട്രെയിനിങ് തന്നേ പറ്റൂ. അതെന്ത് ട്രെയിനിങ് ആയാലും ബസ്സിംഗ് ആയാലും ഇവിടെ വെച്ചാൽ മതി. അതല്ല സുബലക്ഷ്മി മാഡം. അശോക, നീ പറയുന്ന പോലെ ചെയ്യാം മോളെ. വേദനിക്കുന്നുണ്ടോ? കുറച്ചുകൂടെ കഴിഞ്ഞ് അതങ്ങ് കുറഞ്ഞോളൂ. കുക്കുണ്ടല്ലോ ഇവിടെ, പാചകം അവര് ചെയ്യില്ലേ? നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യാൻ പോകുന്നേ? എവിടെയെങ്കിലും അടങ്ങിയിരിക്കാൻ പറഞ്ഞാ നീ എന്താ സീത അത് കേക്കാത്തെ? ഇപ്പൊ കണ്ടില്ലേ എന്തായതെന്ന്? മേമ, എനിക്കെന്താ പ്രശ്നം? മുത്തശ്ശൻ എന്താ അങ്ങനെ പറഞ്ഞത്? എങ്ങനെ? വയ്യാത്ത അവളെ വെറുതെ അടുക്കളയിൽ കയറ്റിയത് എന്തിനാന്നൊക്കെ. എനിക്കെന്തെങ്കിലും അസുഖമുണ്ടോ? നിനക്കൊരു കുഴപ്പമില്ല സീതേ. അന്ന് ആക്സിഡന്റ്. ആക്സിഡന്റോ? എന്താ എല്ലാരും ആക്സിഡന്റ് ആക്സിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? ഭാർഗവി മേമ നേരത്തെ വന്നപ്പോ സിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞിരുന്നു. അതുമല്ല, മുത്തശ്ശൻ എനിക്കെന്തോ വയ്യാഴികയുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങളും ആക്സിഡന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? റാമും ആക്സിഡന്റ് ആയെന്നെന്തോ എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്താ മേമ എനിക്ക് പറ്റിയത്? ഒന്നുമില്ല സീതേ, നിനക്കൊരു കുഴപ്പമില്ല. ഇല്ല മേമ, എന്റെ ചുറ്റുവട്ടത്ത് എന്തൊക്കെയോ നടക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ സ്റ്റൗവിന്റെ മേളില് കുക്കർ വെച്ചിട്ട് സിയെ ഹോംവർക്ക് ചെയ്യിക്കാൻ വേണ്ടി പോയതാ. വന്നു നോക്കുമ്പോ സ്റ്റൗവിൽ ഒരു തുണി കിടക്കുന്നു, അത് കത്തിക്കൊണ്ടിരിക്കുന്നു. തുണി ഞാൻ അവിടെ വെച്ചിട്ടേ ഇല്ല മേമ.
എന്താണാവോ അത് വിട്ടുകള സീതേ. ഇല്ല മേമ, എനിക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്. സിക്ക് ഹോംവർക്ക് സി എവിടെ? അയ്യോ, സി താഴെയാണല്ലോ ഉള്ളത്. സീതേ സീതേ സി, എന്റെ മോള് പേടിച്ചോ? മോള് പേടിക്കണ്ട, സീതമ്മയ്ക്ക് ഒന്നും പറ്റിട്ടില്ല കേട്ടോ. പാവ സീത, അവൾക്ക് എന്താ പറ്റിയെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ അവൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. മേമ, എനിക്ക് ഒരുപാട് പേടിയാവുന്നുണ്ട്. പേടിയോ? എന്തിനാ സീതേ? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്ത് കുഴപ്പമുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷെ അത് എന്താ കാര്യമാണെന്ന് എനിക്കറിയില്ല. സിഹി ഞാനും ഓക്കെ തന്നെ അല്ലേ മേമ? ഞാൻ സിഹിയെ സ്കൂളിലേക്ക് അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ മേമ? എന്നെ സിഹി ആരെങ്കിലും തമ്മിൽ അകറ്റുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നീ പേടിക്കേണ്ട ആവശ്യമില്ല. സമാധാനായിട്ടിരിക്കെ. എന്തിനാ ഞങ്ങൾ അകറ്റുന്നതെന്ന് എനിക്കറിയില്ല മേമ, പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട്. നീ ഈ വീഡിയോ കണ്ടോ? അവൾ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാവും. നിനക്കും അതേ കണ്ണ, അതേ മൂക്ക, അതേ പല്ല. മുടിയും കൂടെ വെട്ടിക്കഴിഞ്ഞാ പിന്നെ കറക്റ്റ് സിഹിയെ പോലെ തന്നെ ഉണ്ടാവും. എന്ത്? എന്റെ മുടി മുഴുവൻ വെട്ടേണ്ടി വരുവോ? എത്ര കഷ്ടപ്പെട്ട് വളർത്തിയ മുടിയാണെന്ന് അറിയോ? അത് നടക്കില്ല. എല്ലാ ശനിയാഴ്ചയും തല നനച്ചതിന് ശേഷം കാവേരി ചേച്ചി പുക ഉപയോഗിച്ച് എന്റെ മുടി ഉണക്കി തരുന്നതാ. ഇതെന്റെ ജീവനാ. ഇത് വെട്ടുന്ന പ്രശ്നമേ ഇല്ല. ബട്ട് മുടി കട്ടിയതില്ലെങ്കിൽ നിങ്ങള് സിഹിയെ പോലെ തോന്നില്ലേ ശുഭലക്ഷ്മി മാഡം? തോന്നില്ലെങ്കിൽ തോന്നണ്ട. അയ്യോ സുബി, സീതമ്മേ, ഞാൻ നീയാണെന്ന് വിശ്വസിപ്പിക്കാൻ മുടി വെട്ടിയാലേ പറ്റൂ. അത് കഴിഞ്ഞ് സീതമ്മ തന്നെ നിന്റെ തലയില് കോക്കനട്ട് ഓയിൽ ഉപയോഗിച്ച് നിന്റെ മുടി വളരാനുള്ളതെല്ലാം ചെയ്തു തരും. നീ മിണ്ടരുത്. ആരാ? സുബി, വാശി പിടിക്കല്ലേ മോളെ. നിന്റെ കണ്ടീഷനൊക്കെ അവര് സമ്മതിച്ചില്ലേ? അപ്പൊ അവര് പറയുന്ന നീയും കേൾക്ക്. നിന്നെ അവളെ പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ അവരുടെ മകൾ എങ്ങനെയാണോ നീയും അങ്ങനെ ആവണ്ടേ? അതെ സുബലക്ഷ്മി മാഡം, നിന്നെ ഫുൾ മേക്ക് ഓവർ ചെയ്യണം. മൈക്കോ? മൈക്കൊക്കെ എന്തിനാ? മോളെ, മൈക്കല്ല, മേക്ക് ഓവർ. അതെന്താന്ന് വെച്ചാ നിന്നെ കാണാൻ സിഹിയെ പോലെ തന്നെ വേണം. അതിനു വേണ്ടിയാ. സുബി, നിന്നെ അവര് കംപ്ലീറ്റ് ആക്കി എന്നെ പോലെ ആക്കും. അപ്പൊ എന്നെ ആർക്കും കാണാൻ പറ്റില്ലേ? എന്താ മോളെ, നീ എന്താ പറഞ്ഞേ? അത് സുബി, ഒന്നും പറയണ്ട പ്ലീസ് പ്ലീസ്. ഞങ്ങളുടെ സുബി ഒറ്റയ്ക്ക് സംസാരിക്കുന്ന കണ്ടിട്ട് ലൂസ് ആണെന്ന് വിചാരിക്കണ്ട. മണ്ട കിട്ടുന്ന കൊടുത്താൽ ശരിയായിക്കോളും. Hey, no war. Keep calm, please. ഓക്കെ ഓക്കെ. അപ്പോ നിനക്കിനി സിഹിയെ പോലെ സംസാരിക്കാലോ അല്ലേ? ഓഡിഷനിൽ പറഞ്ഞത് എങ്ങനെയാണോ അതുപോലെ ഒന്ന് സംസാരിക്കാവോ? ഇനി പറ, നിന്റെ പേരെന്താ? സുബി. അല്ലല്ല, ഇപ്പോ നിങ്ങള് സി സുബി അല്ല. എന്ത്? ഞാൻ സുബി അല്ലേ?
മോളെ ഇപ്പൊ നീ സുബി തന്നെ. പക്ഷെ നീ ഞങ്ങളുടെ വീട്ടിലെത്തുമ്പോ സിഹിയായിട്ട് മാറില്ലേ? വീട്ടിലെ ആരെങ്കിലും നിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോ സിഹിയാണെന്ന് നീ പറയണം. സിഹി. വെറുതെ അങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ. സിഹിയെ പോലെ പറ. മൈ നെയിം സിഹി. SIHI. S ക്യാപിറ്റൽ. പറ. My name is സിഹി. അത് മീനല്ല, നെയിം. ഓഡിഷൻ ചെയ്തപ്പോ നീ പറഞ്ഞില്ലേ, അതേപോലെ പറ. My name is സിഹി. SIHI. S capital. My name is സിഹി. ആ SIHI. S capital. യെസ്. കൊള്ളാം, കുറച്ച് സ്പീഡ് കുറച്ചാൽ മതി. ഞാൻ പടപടാന്ന് സംസാരിക്കില്ലേ, അതേപോലെ നീ സംസാരിക്കണം. ഞാൻ എന്താ ഫാസ്റ്റ് ആയിട്ടല്ലേ സംസാരിക്കുന്നേ? നീ സുബിയെ പോലെ സംസാരിക്കുമ്പോ ഫാസ്റ്റ് ആയിട്ട് തന്നെ സംസാരിക്കുന്നേ. പക്ഷെ സിഹി ആയിട്ട് സംസാരിക്കുമ്പോ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് സംസാരിക്കണം. ഇനി ഞങ്ങളുടെ വീട്ടിലുള്ളവരുടെ ഒക്കെ ഫോട്ടോ കാണിച്ച് അതാരാണെന്നൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ? ഇത് ഭാർഗവി മേമ. മോളി മേമ എന്താ വിളിക്കണമെന്നറിയോ? ബഡ്ഡി ബംഗാരമ്മ ആന്റീന്ന് വിളിക്കണം. പിന്നെ ഇത് എന്റെ മുത്തശ്ശൻ, അദ്ദേഹത്തെ മുത്തശ്ശ എന്ന് വിളിക്കണം. ഇത് സാധന മേമ. ഇപ്പൊ എല്ലാരെ കുറിച്ചും മനസ്സിലായല്ലോ നിനക്ക്? ഇവരെ കൊണ്ട് വലിയ തലവേദനയായല്ലോ. പറ്റുന്നില്ലല്ലോ. പണത്തിന് ആവശ്യമുള്ളോണ്ടാ ഇതൊക്കെ സഹിച്ചേ പറ്റൂ. ആ, ഇതാണ് നിന്റെ അമ്മ. നീ അമ്മയെ സീതമ്മ എന്ന് വിളിക്കണം. സീതമ്മ. എന്റെ മകളുടെ ഈ വിളി ഞാൻ ഇത്രയും ദിവസം മിസ് ചെയ്യായിരുന്നു. സുബലക്ഷ്മി മാഡം, ഇദ്ദേഹമാണ് നിന്റെ അച്ഛൻ. ഇവരെ നീ അച്ഛന്ന് തന്നെ വിളിക്കണം. ഇനി മുതൽ ഇവരാണ് നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും. ഓക്കെ അല്ലേ? മോളെ നോക്കിയേ, എന്നെ ഒന്ന് അച്ഛന്ന് വിളിക്കോ? ഇല്ല, നിങ്ങളെ ഞാൻ അച്ഛന്ന് വിളിക്കില്ല. എനിക്കറിയാം മോളെ, നിനക്ക് എന്നെ അച്ഛന്ന് വിളിക്കാൻ ഒട്ടും ഇഷ്ടമില്ലാന്ന്. പക്ഷേ സിഹിമോൾക്ക് ഞാൻ അച്ഛനല്ലേ, അവൾ എന്നെ അച്ഛന്നാ വിളിക്കാറ്. അതുപോലെ നീയും എന്നെ അച്ഛന്ന് തന്നെ വിളിക്കണം. ഇല്ലെങ്കിൽ സീതമ്മയ്ക്ക് നീ സിഹി അല്ലാന്ന് സംശയം തോന്നും മോളെ. അതവൾക്ക് വലിയ വിഷമാവും. സിഹി അച്ഛന്ന് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്ക്. അപ്പു, എവിടെയാടാ അപ്പു? നീ അവിടെ എത്ര തിരക്കിലാണെങ്കിലും അതൊക്കെ മാറ്റി വെച്ച് വേഗം വീട്ടിലോട്ട് വാ. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയോ?
സീത ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. പാത്രം വെക്കുന്നതിന് പകരം അവള് തുണിയെടുത്ത് സ്റ്റൗവിൽ വെച്ച് മറന്നുപോയി. അപ്പൊ അവൾക്ക് വല്ലാതെ പൊള്ളലേറ്റു മോനെ. സീതയുടെ കാര്യത്തില് നമ്മൾ ഇവിടെ എത്ര ശ്രദ്ധ കാണിച്ചു നിന്നിട്ടും കഴിയുന്നില്ലല്ലോ. അപ്പോ അവളിപ്പോ ശരിക്കും നോർമൽ അല്ലല്ലോ. അതുകൊണ്ടിപ്പോ ഓരോന്ന് അവിടെയും ഇവിടെയും വെച്ച് വല്ലതെ മറന്നു പോവാ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താ എന്തെങ്കിലുമൊക്കെ വലിയ അപകടം ഉണ്ടാവുമെന്ന് എനിക്ക് പേടി തോന്നുന്നുണ്ട്. അപ്പോ നീ പെട്ടെന്ന് തന്നെ ഒന്ന് ഇങ്ങോട്ട് വാടാ പ്ലീസ്. മേമ, സീതയ്ക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? അശോക്, അതെ. ഇവൻ എന്തിനപ്പോ ഫോൺ എടുത്തത്? ഇത്രയും നേരം കഥ ഇറക്കിയത് ഇവന്റെ അടുത്തായിരുന്നു. അപ്പോ എവിടെ? അവൻ എത്രയും പെട്ടെന്ന് വീട്ടിലോട്ട് കൊണ്ടുപോവാ. സോറി മേമ, അവനിപ്പോ വരാൻ കഴിയില്ല. വരാൻ കഴിയില്ല എന്ന് പറഞ്ഞ? ഞാനാ പറഞ്ഞത് വേഗം കൊണ്ടുവാ. റാം ഒരു ഇമ്പോർട്ടന്റ് ജോലിയിലാണ്. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്ത് ജോലിയാ? ഇവിടെ വീട്ടിൽ എന്താ നടക്കുന്നതെന്നുള്ളത് നിനക്കറിയോ? പറഞ്ഞ കാര്യം ചെയ്യ അശോക്. ഒരു മിനിറ്റ് മേമ. സൂരി, സീതയ്ക്ക് കിച്ചണിൽ എന്തോ അപകടം പറ്റിയെന്ന് കേട്ടു. കാര്യമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ശരി സൂരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. മേമ, എനിക്ക് സൂര്യ ഇപ്പോൾ ഒരു ക്ലാരിറ്റി വന്നു. സീത സേഫ് ആണെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ ടെൻഷൻ ആവാനും നിൽക്കല്ലേ. റാം ഒരു പ്രധാന കാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അവനിപ്പോ വരാൻ കഴിയില്ല. ബൈ. അശോക്, അവൻ എന്റെ ഫോണ് കട്ട് ചെയ്തല്ലേ? മേമ മനഃപൂർവ്വം കളിച്ച ഡ്രാമയാണിത്. എന്റെ മകള് സംസാരിക്കുന്ന സമയത്ത് ഒരുപാട് ഇംഗ്ലീഷ് വേർഡ്സ് യൂസ് ചെയ്യായിരുന്നു. എനിക്കറിയാം നിനക്കത് ബുദ്ധിമുട്ടാണെന്ന്. നിനക്കറിയുന്ന പോലെ നീ യൂസ് ചെയ്താൽ മതി. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഞങ്ങള് പറഞ്ഞുതരാം. ഒരൊറ്റ ദിവസം കൊണ്ട് ഞാൻ എന്തൊക്കെയാ പഠിക്കണ്ടേ? ഞാൻ ഇപ്പൊ തന്നെ ക്ഷീണിച്ച് നിൽക്കുവാ. മോളെ, നിനക്ക് ക്ഷീണമുണ്ടോ? എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ ഓർഡർ ചെയ്യട്ടെ ഞാൻ? നിങ്ങള് പൈസക്കാരാ, എപ്പോഴും ഒക്കെ വെളിയിന്നാ കഴിക്കുന്നേ. പക്ഷെ ഞങ്ങൾക്കതൊന്നും ശീലമില്ല. വയറിന് കേടുവരും. എനിക്കിപ്പോ ഒരു ചായ കുടിക്കാനാ തോന്നുന്നേ. പോയി ഒരു ടീ ഉണ്ടാക്കി കൊണ്ടുവാ. നീ ചായ കുടിക്കുമല്ലേ? എന്താ, കുടിക്കാൻ പാടില്ലേ? കൊച്ചുകുട്ടികള് കോഫിയും ടീയും ഒന്നും കുടിക്കാൻ പാടില്ല. പാലല്ലേ അവര് കുടിക്കേണ്ടത്. അതെന്താ ചായ കുടിച്ചാല്? ഞാൻ എപ്പോഴും ചായയാ കുടിക്കാറ്. പോയി ഉണ്ടാക്കി കൊണ്ടുവാ. സുബ്ബലക്ഷ്മി മാഡം, ടീ അല്ലേ? ഞാൻ ഉണ്ടാക്കി തരാം. വേണ്ട, അതൊന്നും നടക്കില്ല. എനിക്ക് ഇവര് തന്നെ ചായ ഉണ്ടാക്കി തരണം. സുബി, എന്തിനാ അവരോട് ചായ ഉണ്ടാക്കാൻ പറയുന്നേ? ഇവിടെ ഞാനുണ്ടല്ലോ. മിണ്ടാതിരിക്കുക കാവേരി ചേച്ചി. നിങ്ങളിപ്പോ ഒന്നും ചെയ്യണ്ട. കുഴപ്പമില്ല, ചായ അല്ലേ, ഞാൻ ഉണ്ടാക്കിയോളാം. കിച്ചൺ എവിടെയാ? സ്റ്റൗ അവിടെയാ. എടാ, ചായയിൽ നിന്ന് ഇടേണ്ടത് ഉപ്പെടുത്തിടണം. പോയി നോക്കാം അങ്ങോട്ട്. ഉണ്ടാക്കാം. ടീ അതെ, പാലെവിടെയാ? അവിടെ തന്നെ കാണും, നോക്ക്.
പൗഡർ എവിടെ കാണുന്നേ ഇല്ല. നോക്കവിടെ, അവിടെ കാണും. ഇതാ ടീ പൗഡർ. എനിക്കറിയാം, ഞാൻ നിങ്ങളെ ഒന്ന് ടെസ്റ്റ് ചെയ്താ. നിങ്ങൾക്ക് അറിയാമെന്നറിയാൻ. എത്ര സ്പൂൺ ഇടണ്ടേ? 6 സ്പൂൺ ഇട്ടോ. താങ്ക് യു. ഒന്ന്, ആ 6 സ്പൂൺസ്. റെഡി ആവുന്നുണ്ട്. 1 2 3 4 5 6. സുബി, എന്റെ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കുവാണല്ലേ? ഒന്ന് വേഗം എന്നെ പോലെ സംസാരിക്കാനും എന്നെ പോലെ